പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ അതിലെ ചില പേരുകളും പുറത്തു വന്നിരിക്കുകയാണ്. ഹിന്ദു ഐക്യവേദി നേതാക്കളായ വത്സൻ തില്ലങ്കേരി, AP ശശികല ടീച്ചർ, അതുപോലെ ആലുവ സ്വദേശിയായ ഒരു റിട്ടയർഡ് ജഡ്ജി, ഇവരെയൊക്കെ കൊല്ലാൻ തീരുമാനിച്ച് ലിസ്റ്റ് ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ഒരു ഭീകര സംഘടന. കേരളം സത്യത്തിൽ ഭരിക്കുന്നത് പിണറായി വിജയനാണോ അതോ ഇവിടെ ഈ ഇസ്ലാമിക ശരീഅത്താണോ നിലനിൽക്കുന്നത്? ഈ മതഭീകര സംഘടനയ്ക്ക് ഇങ്ങനെ അഴിഞ്ഞാടാൻ കേരളത്തിൻ്റെ മണ്ണിങ്ങനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്താണ് സാർ? അല്ല, ഇത് ഹിറ്റ് ലിസ്റ്റ് അല്ലേ? കൊല്ലാൻ പോകുന്നവരുടെ ലിസ്റ്റ്. കൊന്നവരുടെ ലിസ്റ്റ് നമുക്ക് നിരത്താനില്ലേ? പിന്നെ എറണാകുളം മഹാരാജ് കോളേജിലെ അഭിമന്യു അല്ലേ? അഭിമന്യുവിനെ പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെയാണല്ലോ കൊന്നത്. പിന്നെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ചത്തതിനൊക്കുമോ? ആര്? നമ്മുടെ പ്രൊഫസർ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതാരാ? പോപ്പുലർ ഫ്രണ്ട് തന്നെയല്ലേ? അതുപോലെ ആലപ്പുഴയിലെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഭാര്യയുടെയും മക്കളുടെയും അമ്മയുടെയും മുന്നിൽ വെച്ച് ഉടുമുണ്ട് വലിച്ചൂരി നഗ്നനാക്കി അദ്ദേഹത്തിന്റെ തലയ്ക്ക് കൂടം കൊണ്ട് അടിച്ചാണ് കൊലപ്പെടുത്തിയത്. മൃഗീയവും പൈശാചികവുമായ രീതിയിൽ. എന്നിട്ട് ആലപ്പുഴയിൽ കേരളത്തെ മുഴുവൻ നടുക്കുന്ന രീതിയിലല്ലേ ഒരു പയ്യനെ ഒക്കത്തിരുത്തിക്കൊണ്ട് ചുമലിലേറ്റിക്കൊണ്ട് മൂത്ത പോപ്പുലർ ഫ്രണ്ടുകാരൻ, ഈ ഇളം മുറ പോപ്പുലർ ഫ്രണ്ടുകാരനെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത്? ആ മുദ്രാവാക്യത്തിൽ കേരളം മുഴുവൻ നടുങ്ങിയില്ലേ? ഒരു കാലത്ത് ഞാൻ കുന്തിരിക്കവും വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചോ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. അപ്പൊ അന്നൊക്കെ ഇവരെ ആരാ വളർത്തിക്കൊണ്ടുവന്നത്? അത് നമ്മൾ ആലോചിക്കണം. VS അച്യുതാനന്ദൻ ഇപ്പം അദ്ദേഹം വളരെ അവശനായി കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ടല്ലോ അല്ലേ? കേരളത്തെ മുസ്ലിം രാഷ്ട്രമാക്കാൻ 2047 അതിനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. VS ഇപ്പോൾ ഓർമ്മയോടുകൂടി ഇരിക്കുകയായിരുന്നുവെങ്കിൽ കൃത്യമായി ഇത് പറഞ്ഞേനെ, ഞാൻ പറഞ്ഞതല്ലേ ശരിയായി വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഹിറ്റ് ലിസ്റ്റിന് അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ നോക്കണം. ഇവരെ ഈ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പ്രാപ്തരാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇവരുടെ ആരുടെയെങ്കിലും പേരുണ്ടോ ഇതിനകത്ത്? ഹിറ്റ് ലിസ്റ്റിൽ അവരുടെ ഒന്നും പേരില്ലല്ലോ. സാർ, ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ സംഘിയാക്കും, നമ്മളെ പിന്നെ എന്താ പറയുക, ഹിന്ദു വർഗീയവാദിയാക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അല്ല പ്രശാന്ത്, സംഖ്യയാക്കിക്കോട്ടെ. ഈ സംഖ്യയാക്കുന്നതിന് എന്താ തെറ്റുണ്ടോ? ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആകുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അല്ലേ എന്ന് പറഞ്ഞതുപോലെ എന്താ സംഖ്യയായാലും എന്താ കുഴപ്പം? ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ BJP? ലോകത്തെ ഏറ്റവും വലിയ പാർട്ടി. പിന്നെന്തിനാ അതിനകത്ത് പിന്നെ വളരെ വേറെ രീതിയിൽ കാണാം. നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. സംഖ്യയാക്കിയോ എന്ത് വേണമെങ്കിലും ആക്കട്ടെ. പക്ഷെ സത്യം പറയുന്നതിന് നമുക്ക് ഭയവുമില്ല, മടിയുമില്ല. സാർ, ഈ ഇതിൻ്റെ ഏറ്റവും പ്രസക്തമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ റിപ്പോർട്ടർമാരുണ്ട് ഇവർക്ക്. അതായത് എങ്ങനെ ഈ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കണം, ഇതിലേക്ക് ആളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഒരാളെ കൊല്ലാൻ തീരുമാനിക്കണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങൾ, അങ്ങനെ നിശ്ചയിച്ച് 36 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യാവലി കൊടുക്കുകയാണ്. ഈ ചോദ്യാവലി ഇന്ന ആളെ, ഇപ്പോൾ ഉദാഹരണത്തിന് എന്നെ അവർക്ക് ആക്രമിക്കണം, എന്നെ കൊല്ലണം, ഞാൻ കൊല്ലപ്പെടാൻ യോഗ്യനാണോ എന്ന് PFI തീരുമാനിക്കുന്നത് ഈ 36 ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ 36 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലി തയ്യാറാക്കി അതിന് ഉത്തരം കൊടുക്കണം. ആ ഉത്തരങ്ങൾ വച്ച് പഠിച്ച് ഈ ആളിനെ കൊല്ലണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കും. വെള്ളരിക്കാപട്ടണമായോ കേരളം? ഇത് എന്താണിത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ കേൾപ്പോരും കേൾവിയും ഒന്നും ഇല്ലേ? ഭരണയന്ത്രമില്ലേ? നീതിന്യായ വ്യവസ്ഥയില്ലേ? പോലീസില്ലേ? എത്ര എന്താ പറയുക, ഭീതി ജനിപ്പിക്കുന്ന, അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ട് വിട്ടിരിക്കുകയാണ്. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ സ്വാഭാവികമാണ്, അവർക്ക് പ്രത്യേകിച്ചും വത്സൻ തില്ലങ്കേരിയെ മുമ്പും അവർ കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ്. പണ്ട് എനിക്ക് തോന്നുന്നു 2003-ലോ 2004-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു, നമ്മുടെ കണ്ണൂർ ഇരിട്ടിയിലെ അശ്വിനികുമാർ എന്നൊരു അധ്യാപകനെ, ഈ വത്സൻ തില്ലങ്കേരിക്ക് അവിടെ ഒരു വലിയ കോളേജുണ്ട്, പ്രൈവറ്റ് കോളേജുണ്ട്. ആ ട്യൂഷൻ സെൻ്ററായിട്ട് തുടങ്ങി പിന്നെ അതൊരു പ്രൈവറ്റ് കോളേജ് പോലെയായി മാറിയതാണ്. ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. അവിടുത്തെ അധ്യാപകനായിരുന്ന ഈ അശ്വിനികുമാറിനെ നന്നായിട്ട് ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്ന, നാട്ടുകാർക്കെല്ലാം വേണ്ടപ്പെട്ട, ജാതിമത ഭേദമന്യേ എല്ലാവരോടും വളരെ നന്നായിട്ട് പെരുമാറുന്ന
ഒരാളാണ് ഈ അശ്വിനി കുമാർ. ആ അശ്വിനി കുമാറിനെ ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ബസ്സിലിട്ട് പരസ്യമായിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. അതേസമയം അടുത്ത് തന്നെ വത്സൻ തില്ലങ്കേരിയെയും അവർ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ പോലീസ് അതുപോലെ തന്നെ RSSൻ്റെ മറ്റ് സംവിധാനങ്ങളൊക്കെ അതിനകത്ത് ഇടപെട്ടതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അദ്ദേഹത്തെയും ഇവന്മാർ ഈ മൃഗീയമായി പൈശാചികമായിട്ട് കൊലപ്പെടുത്തിയേനെ. അതുപോലെ KP ശശികല ടീച്ചർ, അവർ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷയൊക്കെയാണ്. അവർ വളരെ ഇതായിട്ട് പ്രസംഗിക്കുന്നു. ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ അവർ വലിയ രീതിയിൽ വരച്ചു കാണിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അവരെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതെന്താണ്? ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും ഈ അതിനകത്ത് അവർ കാണിച്ചില്ല എന്നുള്ളതാണ്. ഈ പ്രശാന്ത്, ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു, നമ്മളാരും അറിഞ്ഞില്ല. ഒറ്റ രാത്രി കൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ തൂക്കി 250 പേരെയാണ് തൂക്കിയത്. ഡൽഹി കൽത്തുറുങ്കിനകത്ത് അടച്ചിട്ടു. ഡൽഹിക്ക് കൊണ്ടുപോയി. പക്ഷേ എന്നിട്ടും ഇവരൊക്കെ തന്നെ വേറൊരു തരത്തിൽ ഇവിടെ പ്രവർത്തിക്കുകയാണ്. സാർ, അവർക്ക് സ്ലീപ്പർ സെല്ലുകളുണ്ട്, നിഴൽ സംഘടനകളുണ്ട്. ഇപ്പൊ SDPIക്കകത്ത് കുറെ പേര് ചേക്കേറിയിട്ടില്ല. അതുപോലെ തന്നെ ഇവർ നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്ത കാര്യമാണ് ഇവരുടെ ഒരു ആരോഗ്യ കൂട്ടായ്മ MEG7. ഇതൊക്കെ വളരെ തന്ത്രപൂർവമായിട്ടുള്ള ഈ MEG7നെ കുറിച്ച് അവരുടെ മുസ്ലിം വിഭാഗത്തിൽ ഏരിയയിൽ മാത്രമാണുള്ളത്, അല്ലാതെ കേരളമെമ്പാടുമായിട്ടില്ല. ചില പ്രത്യേക മലബാർ ഭാഗത്താണ് അവർക്ക് പ്രവർത്തനം. അതുപോലെ തന്നെ ഇവര് പ്രത്യേകമായിട്ടൊരു ഓഫീസോ സംവിധാനമോ ഒന്നുമില്ലാതെ പാർക്കിലോ എവിടെങ്കിലോ വെച്ചുള്ള ചെറിയ അംഗസംഘടനകളുടെ ഒരു കൂടിക്കാഴ്ചയിൽ മാത്രമാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊക്കെ വളരെ തന്ത്രപൂർവം ചെയ്യുന്ന കാര്യങ്ങളാണ് സാർ. കേവലം ഒരു യൂണിറ്റ് ഉണ്ടായിരുന്ന MEG7 ഒരു വർഷം കൊണ്ട് ഏതാണ്ട് 1000-ലധികം യൂണിറ്റുകൾ ഈ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായിട്ട് അവർക്കുണ്ടായിരിക്കുകയാണ്. ഈ MEG7ന്റെ കാര്യം നമ്മളാരുമല്ല പറഞ്ഞത്, CPMന്റെ ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്ററാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇവർ അത് ആലപ്പുഴയിൽ അന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ തന്നെ കോടതി ഇടപെട്ടതാണ്. കോടതി ശാസിച്ചു, ഇവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അവിടെ അറസ്റ്റ് നീണ്ടുപോയില്ലേ? അവസാനം കോടതി വീണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഇടപെടൽ നടത്തിയത്. അപ്പോൾ ഇവരെയൊക്കെ തന്നെ വളർത്തിയത് ഇവിടുത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലത് സംഘടനകൾ തന്നെയാണ്. കാരണം വോട്ട് ബാങ്കാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഈ SDPIയെയും യഥാർത്ഥത്തിൽ നിരോധിക്കണം. അവിടെ റെയ്ഡ് നടക്കണം. SDPIയുടെ സകല ഓഫീസുകളും. SDPIയുടെ ദേശീയ അധ്യക്ഷൻ ഇപ്പോൾ തിഹാർ ജയിലിലാണ്. അന്ന് SDPIയെ നിരോധിക്കും എന്നൊക്കെ പറഞ്ഞു. ഉടനെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞു. ഈ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നിരോധിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില നടപടിക്രമങ്ങൾ അതിനകത്തുണ്ട്. അത് ആവശ്യമെങ്കിൽ നിരോധിക്കാം. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചിരുന്നു. ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് പോയാൽ നിരോധിക്കാൻ പറ്റത്തില്ലെന്നുണ്ടോ? നിരോധിക്കാം. ഏത് പാർട്ടിയും അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കാണിക്കാമെന്നല്ല അതിന്റെ അർത്ഥം. ലൈസൻസ്. അപ്പൊ SDPIയെ എനിക്ക് തോന്നുന്നു ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇത്തരത്തിലുള്ള ലിസ്റ്റുകളൊക്കെ പുറത്തു വരുമ്പോൾ SDPIയുടെ പ്രവർത്തനത്തെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കണം. അവരുടെ കേന്ദ്രങ്ങളിലേക്കും റെയ്ഡ് പോകണം. അവരുടെ വരുമാന സ്രോതസ്സും കണ്ടെത്തണം. കാരണം ഈ പോപ്പുലർ ഫ്രണ്ടിനെ വേറൊരു തരത്തിൽ വളർത്തിക്കൊണ്ടു പോകുന്നത് ഇവരൊക്കെ തന്നെയാണ്. എന്തായാലും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉയർന്ന നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെത്തട്ടിലുള്ളവരുണ്ടല്ലോ, ചോട്ടാ നേതാക്കളും മറ്റ് അണികളുമൊക്കെ ഉണ്ട്. ഇവർക്ക് അഭയം കൊടുത്തിരിക്കുന്ന SDPI ആണ്. അല്ലെന്നുണ്ടെങ്കിൽ അവര് ഈ ഇടത് വലത് മുന്നണികളിലെ മിക്ക പാർട്ടികളിൽ ഇവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇവർക്ക് ലാവണം ഒരുക്കാൻ CPMും കോൺഗ്രസും ഒട്ടും മോശക്കാരൊന്നുമല്ല. സ്വന്തം എന്താ പറയുക, SFIയുടെ ഒരു സമുന്നതനായ നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന്. ആ അഭിമന്യുവിൻ്റെ ചിത്രം വെച്ച് എന്തൊക്കെ മുതലെടുപ്പാണ് CPM നടത്തിയതെന്ന് നമ്മൾ കണ്ടു. ഈ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോൾ അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന MA ബേബി പറഞ്ഞ എന്താണ്? ജോസഫ് മാഷിന് മണ്ടനായ അധ്യാപകനെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ പാർട്ടിയുടെ വലിയ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുകയാണല്ലോ. എന്താ ഈ ലിസ്റ്റ് വന്നപ്പോൾ ഇവരാരും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ? ഈ CPMോ
പിണറായി ആയാലും ആരും ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ കാര്യത്തിൽ. അപ്പോൾ എന്നാലും ഒരു റിട്ടയർഡ് ജഡ്ജിയെയൊക്കെ, ജില്ലാ ജഡ്ജിയെയൊക്കെ ഈ ഇതിനകത്ത് പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് എന്താ പറയേണ്ടത്, നിയമവാഴ്ചയോടുള്ള അങ്ങേയറ്റത്തെ വെല്ലുവിളിയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പിന്നെ ഇതിനകത്ത് കുറേ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരെയും ഈ ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്ന് പറയുന്നു. അവർ ഈ മതപരിവർത്തനമൊക്കെ നടത്തുന്നത് കൊണ്ട് അവർ വലിയൊരു വെല്ലുവിളിയാണ് ഈ പറഞ്ഞതുപോലെ. അപ്പോൾ അവരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ, ലക്ഷ്യം വളരെ, ഇവർക്കൊരു അജണ്ടയുണ്ട്, അത് ഇന്ത്യ 2047 ഇസ്ലാമിക രാഷ്ട്രം, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക, നാട്ടിൽ അന്തഛിദ്രം ഉണ്ടാക്കുക, വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തി ഈ രാജ്യത്തെ വീണ്ടും വെട്ടിമുറിക്കുക, ഇതിനെ പല കഷ്ണങ്ങളാക്കുക, അവിടെയെല്ലാം ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക. ഇതാണ് അവരുടെ ഉദ്ദേശം. ഇതല്ലാതെ മറ്റ് യാതൊരു ഉദ്ദേശവും അവർക്കില്ല.